ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ഗെറ്റ് അവൺ പ്രോപ്പർട്ടി നെയിംസ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഇത് ഉപയോഗിക്കുന്നത് എല്ലാ പ്രോപ്പർട്ടികളും ഒരു അറയിലായിട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ സിമ്പിൾ യൂസ് ചെയ്തിട്ടുള്ള എന്യൂറബിൾ പ്രോപ്പർട്ടീസും ഉണ്ടാവും. അതേപോലെ തന്നെ കൊടുക്കുന്ന ഒബ്ജക്റ്റിലേക്ക് നേരിട്ട് ഇത് കണ്ടെത്തുകയും അത് പ്രിന്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടൊരു എക്സാമ്പിൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു കോൺസ്റ്റ് വേരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് എന്ന് ചേർത്തതിന് ശേഷം ഒരു ഒബ്ജക്റ്റ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഒരു ഒബ്ജക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിനെ കോൺസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ ഒരു വാല്യൂ 0 എന്നിട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഒരു കോമ ഇട്ട് കൊടുക്കുക. അതിനുശേഷം B ഇട്ടു. ഇതിനുശേഷം നമ്മൾ അതിനൊരു വാല്യൂ ചേർത്ത് കൊടുത്തു. എന്നിട്ടും നമ്മളിവിടെ വന്ന് കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് C ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ ഒരു വാല്യൂ ചേർത്ത് കൊടുത്തു. അതിനുശേഷം കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് ഇത്രയും ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിന് ഇവിടെ വന്ന് ഒരു സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതൊന്നും ഇവിടെ ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ കൺസോളിലാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിൽ കൊടുത്ത ഒബ്ജക്റ്റിന്റെ പേരെന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട് ഇട്ടതിന് ശേഷം ഗെറ്റ് അവൺ ഒബ്ജക്റ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഗെറ്റ് അവൺ പ്രോപ്പർട്ടി നെയിംസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മുകളിൽ എന്താണോ ആ ഒബ്ജക്റ്റ് കൊടുത്തിരുന്നത് ആ ഒബ്ജക്റ്റിന്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് ലാസ്റ്റ് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഇത് നമുക്കൊന്ന് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മളിവിടെ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും കാണില്ല. കാരണം നമുക്കറിയാം നമുക്കതൊന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് ഇൻസ്പെക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൺസോളിൽ നമ്മൾ കൊടുത്ത ആൻസർ നമുക്ക് ഇവിടെ വന്ന് അറേൻ്റെ ഉള്ളിൽ ആ വാല്യൂസ് നമുക്ക് 1 by 1 ആയിട്ട് പ്രിന്റ് ചെയ്ത് വരും. നമുക്ക് ആദ്യത്തെ വാല്യൂ എന്താണോ അത് നമുക്ക് ഇവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും, A എന്നുള്ളതും. അതേപോലെ രണ്ടാമത്തെ വാല്യൂ എന്താണോ അത് നമുക്ക് ഇവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും. അതേപോലെ മൂന്നാമത്തെ വാല്യൂ എന്താണോ അതും നമുക്ക് ഇവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും. ഇതിന്റെ ലെങ്ത്തും നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അറയിലായിട്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് എല്ലാം പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വാല്യൂസ് ആണോ ചേർത്ത് കൊടുത്തത് അത് 1 by 1 ആയിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. വേരിയബിൾ ഇതിന് നമ്മൾ പേര് ഒബ്ജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ കുറച്ച് വാല്യൂസ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ ആദ്യം തന്നെ നമ്മൾ 0 ഇട്ടു. എന്നിട്ട് ഒരു സിംഗിൾ ഇൻവെർട്ടർ കോമൻ്റെ ഉള്ളിൽ നമുക്കൊരു വാല്യൂ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതേ രൂപത്തിൽ തന്നെ കോമ ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ സിംഗിൾ ഇൻവെർട്ടർ കോമൻ്റെ ഉള്ളിൽ അടുത്ത വാല്യൂ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ അടുത്ത വാല്യൂവും ഇതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് സെമിക്കോളം വെച്ച് ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാം നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് അവൺ പ്രോപ്പർട്ടീസ് നെയിംസ് ഇട്ടതിന് ശേഷം നമുക്ക് ആ വേരിയബിൾ ഒബ്ജക്റ്റിന്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഓക്കെ, വേരിയബിൾ നെയിം എന്താണോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം നമുക്കിത് സോർട്ട് എന്നുകൂടി ചേർത്ത് കൊടുക്കാം.
ഓക്കെ, ഈ ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ വന്ന് സോർട്ട് എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അറ്റ് ലാസ്റ്റ് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളത്തെ വാല്യൂസ് നമുക്ക് ഫോർ ഈച്ച് എന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ ഒബ്ജക്റ്റ് എന്നിട്ട് കൊടുത്തു, ഗെറ്റ് അവൺ പ്രോപ്പർട്ടി നെയിംസ് ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ഒബ്ജക്റ്റ്, നമ്മൾ മുകളിൽ കൊടുത്ത ആ ഒബ്ജക്റ്റിന് വേരിയബിളിൻ്റെ പേരാണ് ഒബ്ജക്റ്റ്. എന്നിട്ട് ഒരു ഡോട്ട് ഇടുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഡോട്ട് ഇടുക. എന്നിട്ട് ഇതിനുള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക ഫോർ ഈച്ച് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യത്തെ ഫോർ ഈച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫോർ ലൂപ്പ് പോലെ തന്നെ നമുക്ക് 3 വാല്യൂ ആയിട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തിന് നമ്മൾ വാല്യൂ എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ കോമ ഇടുക. രണ്ടാമത്തിന് നമ്മൾ ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ മൂന്നാമത്തേന് നമ്മൾ വാല്യൂ, അടുത്തതിന് നമ്മൾ ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുത്തു. അടുത്തത് നമ്മൾ അറേ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇതിവിടെ വന്ന് ഒന്നുകൂടി നമ്മളിവിടെ എൻ്റർ അടിക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തത് നമ്മളിവിടെ വന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, കൺസോൾ ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മൾ കൊടുത്ത ആദ്യത്തെ വാല്യൂ. എന്നിട്ട് ഇവിടെ വന്ന് ഒരു ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പ്ലസ് ഇട്ടതിന് ശേഷം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ഈ രൂപത്തിൽ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ആരോ എന്ന വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇതിട്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മളിവിടെ വന്ന് പ്ലസ് ഇടുക. എന്നിട്ട് നമുക്ക് ഒബ്ജക്റ്റ്, നമ്മളിവിടെ മുകളിൽ കൊടുത്ത ഒബ്ജക്റ്റ്, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ രൂപത്തിലുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വാല്യൂ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് ഇതിന് സെമിക്കോളം വെച്ച് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇവിടെയും നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെയും സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്തു. ഇതൊന്ന് നമ്മളൊന്ന് ലോഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണിച്ചു തരും ആദ്യത്തെ വാല്യൂ 1 ആരോ 1A, 0 ആരോ A എന്നും അതേപോലെ 1 ആരോ B എന്നും 2 ആരോ സി എന്നും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഫോർ ഈച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ വാല്യൂസും നമുക്കിവിടെ വന്ന് 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അടുത്ത എക്സാമ്പിൾ ഇതേ രൂപത്തിൽ തന്നെ ഒന്നുകൂടി കുറച്ചുകൂടി വലിപ്പത്തിലാണ് അതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് ഇവിടെ വന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഇട്ടു. ഫംഗ്ഷന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ വന്ന് പാസ്റ്റ എന്നൊരു പേരാണ് ചേർത്ത് കൊടുത്തത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രെയിൻ എന്ന് ചേർത്തു. അതേപോലെ തന്നെ കോമ ഇട്ടതിന് ശേഷം സൈസ് എന്ന് ചേർത്തു. അതേപോലെ തന്നെ കോമ ഇട്ടതിന് ശേഷം ഷേപ്പ് എന്നും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ദിസ് ഡോട്ട് ഗെയിൻ ഡോട്ട് ഗെയിൻ തന്നെ നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. സെമിക്കോളൻ ഇടുക. അതിനുശേഷം അടുത്തത് ദിസ് ഡോട്ട് സൈസ് ഈക്വൽ ടു എത്രയാണോ സൈസ് വേണ്ടത് അത് നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തതും ഇതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ദിസ് ഡോട്ട് ഷേപ്പ് ഡോട്ട് എന്നിട്ട് ഈക്വൽ ടു ഷേപ്പ് എന്നും ഇട്ട് കൊടുത്ത് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് അടുത്തത് നമുക്ക് വേറെ ഒരു വേരിയബിൾ കൂടി നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ വേരിയബിൾ ആയതുകൊണ്ട് VAR നിന്നിട്ടതിന് ശേഷം ഒരു വേരിയബിൾ നെയിം നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുത്താം. ഓക്കെ, ഇഷ്ടമുള്ള പേരെന്താണെങ്കിൽ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ന്യൂ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് പാസ്റ്റ എന്ന് ചേർത്ത് കൊടുത്തു.
ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. വീറ്റ് എന്ന് ചേർത്തു. അതേപോലെ തന്നെ അടുത്തത് അതിൻ്റെ സൈസ് എത്രയാണോ വേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ അടുത്ത അതിൻ്റെ ഷേപ്പ് ഏതാണോ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലും സ്ട്രിങ് നമ്പർ ഇൻറ്റിജർ ആണെങ്കിൽ നമ്മളത് ഡയറക്റ്റും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സെമി കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അടുത്ത പുതിയൊരു വേരിയബിൾ കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, വേരിയബിൾ. എന്നിട്ട് അതിന് ശേഷം നെയിംസ് എന്നിട്ടു. അതിനുശേഷം ഈക്വൽ ടു Object.getOwnPropertyNames ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് നമ്മൾ എന്താണോ കൊടുത്തത് ആ വേരിയബിളിൻ്റെ നെയിം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട് ഫിൽട്ടർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ചെക്ക് കീ എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ചെക്ക് കീ എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സെമി കോളം വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്കിത് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നെയിംസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, സെമി കോളം വെച്ച് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എസ് എന്ന അക്ഷരം ആദ്യം വരുന്നത് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, എക്സ് എന്ന അക്ഷരം ആദ്യം മാത്രം വരുന്നത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പുതിയൊരു വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിനൊരു വേരിയബിൾ നെയിം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഫസ്റ്റ് ക്യാർ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു വാല്യൂ ഡോട്ട് സബ് സ്ട്രിങ് ഉള്ളതിന് SUBSTR എന്നിട്ടതിന് ശേഷം നമുക്കതിൻ്റെ ഏതൊക്കെ വാല്യൂസ് ആണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 0ഉം 1ഉം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഒരു ഈഫ് കണ്ടീഷൻ വെച്ചതിന് ശേഷമാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത്. ഈഫ് ഇട്ടതിന് ശേഷം ഫസ്റ്റ് ക്യാർ ഡോട്ട് ടു ലോവർ കേസ്, അതായത് നമുക്കത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല, ലോവർ കേസിലേക്കാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ടു ലോവർ കേസ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടു ലോവർ കേസ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഈക്വൽ ടു എന്നിട്ട് ഏത് അക്ഷരമാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എസ് എന്നുള്ള അക്ഷരമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അങ്ങനെ വരുന്ന വാല്യൂസ് ആണെങ്കിൽ നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യണം. അങ്ങനെ വരുന്ന വാല്യൂസ് ആണെങ്കിൽ നമുക്കിവിടെ വന്ന് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ റിട്ടേൺ ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ട്രൂ എന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇങ്ങനെ ഒരു വാല്യൂ ഇല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് അതിൻ്റെ എൽസെ പാർട്ടിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യണം. റിട്ടേൺ ഫാൾസ് എന്നും നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിപ്പിക്കാൻ വീണ്ടും നമ്മളിവിടെ വന്ന് നമ്മൾ ഇത് കൺസോൾ നമ്മളിവിടുന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ വന്ന് സെമി കോളം വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കാണിച്ചു തരില്ല. അപ്പോൾ നമുക്കിത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ കൺസോൾ പാർട്ടൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിലൊരു എറർ ഉണ്ട്. അപ്പം നമുക്ക് എന്താണ് എറർ എന്ന് ചെക്ക് ചെയ്യാം. 14ാമത്തെ ലൈനിലാണ് എറർ. അപ്പോൾ അതൊന്ന് നമുക്കിവിടെ വന്ന് ചെക്ക് ചെയ്യാം. നമ്മളെ കോഡിലൊന്ന് പോയിട്ട് 14ാമത്തെ ലൈനിൽ എന്താണ് എറർ എന്ന് നമുക്ക് നോക്കാം. നമ്മളെ പ്രോഗ്രാമിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത്രയും ഭാഗം നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഇവിടെ വന്ന് ചെക്ക് കീ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെക്ക് കീ എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് വാല്യൂ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇതൊന്ന് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം.
ഓക്കെ, അപ്പോൾ നമുക്കിത് റണ്ണ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ ആ എസ് എന്നുള്ള അക്ഷരം വെച്ച് തുടങ്ങുന്ന രണ്ട് അക്ഷരങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. ഷേപ്പ്, സൈസ്, അതേപോലെ തന്നെ ഷേപ്പ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തത് ഏതൊക്കെയാണ് എസ് എന്നുള്ള അക്ഷരം വരുന്ന വാല്യൂസ് അത് മാത്രമായിട്ട് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ ഗെറ്റ് അവൺ പ്രോപ്പർട്ടീസ് നെയിംസ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക എന്നും എങ്ങനെ അത് നമ്മളെ പ്രോഗ്രാമിൽ ചേർത്ത് കൊടുക്കുക എന്നതുമാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.